ജനുവരി 30 രക്തസാക്ഷി ദിനം. ലോകം കണ്ട ഏറ്റവും മഹാനായ മനുഷ്യൻ, ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മനുഷ്യൻ, ഏറ്റവും വലിയ മനുഷ്യസ്നേഹി, ഏറ്റവും വലിയ പരിത്യാഗി, ഏറ്റവും വലിയ രാഷ്ട്രതന്ത്രജ്ഞൻ, ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിചക്ഷണൻ, ഇങ്ങനെ സൂപ്പർലേറ്റീവുകളായ എത്ര വിശേഷണങ്ങൾ പറഞ്ഞാലും മതിയാകാത്ത മനുഷ്യൻ, അതാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ, ഇങ്ങനെയൊരു മനുഷ്യൻ മജ്ജയോടും മാംസത്തോടും കൂടി ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വരും തലമുറ വിശ്വസിക്കില്ല. അതാണ് മഹാത്മാഗാന്ധി. ആ മഹാത്മാവ് നാഥുറാം വിനായക് ഗോഡ്സെ എന്ന ഘാതകൻ്റെ വെടിയേറ്റു മരിച്ചത് 1948 ജനുവരി 30 വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക്. മരണത്തിനു മായ്ക്കാനാകാത്ത ആ വ്യക്തിപ്രഭാവം ജനഹൃദയങ്ങളിൽ എന്നും ജീവിക്കുന്നു. ആ മഹാത്മാവിനോടുള്ള ആദരസൂചകമായും സ്വാതന്ത്ര്യത്തിനും രാഷ്ട്രത്തിനും വേണ്ടി ജീവൻ ബലിയർപ്പിച്ച എല്ലാ രക്തസാക്ഷികളോടുമുള്ള ആദരസൂചകമായും ജനുവരി 30 രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നു. സർവോദയ ദിനം. ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനമായ ജനുവരി 30 ഇന്ത്യയിലെമ്പാടും സർവോദയ ദിനമായും ആചരിക്കുന്നു. ഗാന്ധിയൻ ദർശനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഗാന്ധിജി തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രായോഗികമാക്കാൻ ശ്രമിച്ചതുമായ ആശയമാണ് സർവോദയം എന്നത്. സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ട് വരെയുള്ളവരുടെ ക്ഷേമവും പുരോഗതിയും ആണ് ഇത് അർത്ഥമാക്കുന്നത്. ഇതൊരു പ്രസ്ഥാനമായി ഭാരതമെമ്പാടും വ്യാപിച്ചു. ആചാര്യ വിനോബ ഭാവേയും ജയപ്രകാശ് നാരായണനും ഒക്കെ ഇതിൻ്റെ മുൻനിര നേതാക്കളായി. കേരളത്തിലെ സർവോദയ പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷനും മുൻനിര നേതാവുമായിരുന്നു കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ. ലോക കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനം. കുഷ്ഠരോഗികളോട് അങ്ങേയറ്റം അനുകമ്പ കാണിക്കുകയും അവർക്കായി പ്രവർത്തിക്കുകയും ചെയ്ത മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനമായ ജനുവരി 30 ഇന്ത്യയിൽ കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനമായി ആചരിക്കുന്നു. മറ്റു ലോകരാജ്യങ്ങളിൽ ജനുവരി അവസാന ഞായറാഴ്ചയാണ് കുഷ്ഠരോഗ ദിനമായി ആചരിക്കുന്നത്. 1954 റൗൾ ഫോളറോ എന്ന ഫ്രഞ്ച് ജീവകാരുണ്യ പ്രവർത്തകനാണ് ഈ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. ഗാന്ധിജിയോടുള്ള ആദരസൂചകമായിട്ട് തന്നെയാണ് ഈ ദിനം തിരഞ്ഞെടുത്തത്. ക്രിസ്ത്യൻ ആരാധനാലയങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി ആളുകൾ ഒത്തുകൂടുന്ന ദിവസമായ ഞായറാഴ്ച പള്ളികളിലൂടെയും സഭകളിലൂടെയും ഇതിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ സഹായകമാകും എന്ന് കരുതിയാണ് ഞായറാഴ്ച ദിവസം തിരഞ്ഞെടുത്തത്. ജനുവരി അവസാന ഞായറാഴ്ചയാകുമ്പോൾ അത് ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനമായ ജനുവരി 30 അതിനോട് അടുത്ത ദിനമോ ആകും എന്നതിനാൽ ജനുവരി അവസാന ഞായറാഴ്ച ലോക കുഷ്ഠരോഗ ദിനമായി അദ്ദേഹം തിരഞ്ഞെടുക്കുകയായിരുന്നു. കുഷ്ഠരോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുക, രോഗബാധിതർ നേരിടുന്ന സാമൂഹ്യ വിവേചനം അവസാനിപ്പിക്കുക, രോഗം നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാൻ പ്രേരിപ്പിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ.